ഹായ് ഗായ്സ്, നമസ്കാരം. വെൽക്കം ടു ഫിൻവർക്സ് ഫുഡ് ഫാക്ടറി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും ഫിൻവർക്സ് ഫുഡ് ഫാക്ടറിയുടെ പുതുവത്സരാശംസകൾ. 2021 എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും നിറഞ്ഞൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു നാടൻ നോൺ വെജ് റെസിപ്പിയുമായിട്ടാണ്. പല പേരുകളിൽ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റ്, ബീഫ് വരട്ടിയത്, അത് കുറച്ച് നേരം കൂടെ കൂടുതൽ വഴറ്റിയാൽ ബീഫ് ഫ്രൈ ആവും. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ വളരെ ഈസിയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഡിഷ് നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഈ ബീഫ് നമ്മൾ വേവിക്കുന്ന ഒരു അരപ്പിലാണ്. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. സബോള 2 എണ്ണം, ഇഞ്ചി 2 ചെറിയ കഷ്ണങ്ങൾ, വെളുത്തുള്ളി 8 അല്ലി, പച്ചമുളക് 4 എണ്ണം, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വിനീഗർ 4 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ചെറുള്ളി 20-25 എണ്ണം, ചെറുള്ളി കിട്ടിയില്ല എങ്കിൽ ഒരു സബോള ഫൈൻലി ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി 6 അല്ലി, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, തേങ്ങാക്കൊത്ത് 1/2 മുറി തേങ്ങയുടെ, കുരുമുളക് 2 ടീസ്പൂൺ. ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയ ബീഫ് വിനീഗറും ഉപ്പും ചേർത്ത് പലതവണ വെള്ളത്തിൽ കഴുകി അതിൻ്റെ ബ്ലഡ് ക്ലിയർ ആവുന്നിടം വരെ ക്ലീൻ ചെയ്ത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് സബോള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റിയെടുക്കാം. നമ്മുടെ സബോള വഴണ്ട് ഈ ഒരു സ്റ്റേജിലാവുമ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റാം. അതിൻ്റെ പച്ച ചുക മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് മീറ്റ് മസാല, ഗരം മസാല, പെരിഞ്ജീരകം ചതച്ചത് അല്ലെങ്കിൽ പെരിഞ്ജീരകം പൊടി ചേർത്ത് വീണ്ടും വഴറ്റാം. മസാല പൊടികളുടെ പച്ച മണം മാറുന്നതിന് ശേഷം നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർത്തിട്ട് കുറച്ച് നേരം കൂടെ വഴറ്റതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഈ ഒരു മിക്സ്ചർ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ അരപ്പുണ്ടാക്കാനുള്ള മിക്സ്ചർ നന്നായി തണുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ബീഫിൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബോബി വീൽ ബീഫാണ്. അതുകൊണ്ട് അതിൻ്റെ കുക്കിംഗ് ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ചട്ടിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. കുക്കർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു മൺചട്ടി നല്ലോണം ചൂടായതിന് ശേഷം ഈ അരപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇനി ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പ് നന്നായി തിളച്ചു. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല എത്തുന്ന പോലെ നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇതിലേക്ക് ഞാൻ ഇനിയും വെള്ളമൊന്നും ചേർക്കില്ല. ബീഫിൽ നിന്ന് പുറത്തേക്ക് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ അത് ബീഫ് വെന്ത് കിട്ടും. നാടൻ ഡിഷായതുകൊണ്ട് തന്നെ ഞാൻ ഒരു വാഴയില വെച്ചാണ് ഈ ചട്ടി മൂടി വയ്ക്കാൻ പോണത്. മീഡിയം ഫ്ലെയിമിൽ 1.5 തൊട്ട് 1.25 മണിക്കൂർ വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി മാറ്റി നമുക്ക് ഇളക്കി കൊടുക്കാം. ബീഫ് ഒരു 1/4 വേവ് ആയതിനു ശേഷം നമുക്ക് വാഴയില അല്ലെങ്കിൽ മൂടി മാറ്റി വേവിക്കാം. ആ വെള്ളം വറ്റുന്നിടം വരെ നമുക്ക് വേവിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതാ നോക്കി, ഈ ഒരു സ്റ്റേജ് ആവുന്നിടം വരെ നമുക്ക് ഇതിനെ ഡ്രൈ ആക്കിയെടുക്കാം. നമുക്ക് ബീഫ് ഉലർത്താനുള്ള കൂട്ട് റെഡിയാക്കാം. ആദ്യമേ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരുന്ന ചെറുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം കുറച്ച് നേരം വഴറ്റാം. ചെറുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കത് വഴറ്റാം. എന്നിട്ട് ഈ ഒരു കൂട്ട് നമുക്ക് ചട്ടിയിലേക്ക്, നമ്മുടെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു സ്റ്റേജിൽ നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ മേലെ കൂടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറാം. ഒരല്പസമയം കൂടെ നമ്മുടെ ചട്ടിയിൽ കിടന്ന് ഈ ബീഫെല്ലാം കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഉലർത്തിയത് റെഡി. നമ്മൾ വാഴയില വെച്ച് മൂടിയതുകൊണ്ട് അതിൻ്റെ ഒരു അഡീഷണൽ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ. സൂപ്പർ ടേസ്റ്റും സൂപ്പർ മണവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മാഷേ. അപ്പോൾ ഇതാ നോക്കി, എൻ്റെ ലഞ്ച് റെഡി. ഈ ഒരു കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ഇനി വേറെ യാതൊരു കറിയും വേണ്ട. ഇതും കാന്താരിയും കുറച്ച് സാലഡും കൂടി ചേർത്ത് ആഹാ സൂപ്പർ. പക്ഷേ ഒന്നും അല്ല കേട്ടോ. എൻ്റെ ഫേവറേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണണോ? ഇതേ നോക്കി, ചട്ടിയിലേക്ക് ഒരു സ്വല്പം ചോറിട്ട് ഒരു 4-5 കാന്താരിയും കൂടി ഇട്ട് ഇളക്കി ഒരു ഉരുള ഉരുട്ടി വായിൽ വെച്ചാണ്ടല്ലോ സാറേ, ഒരു രക്ഷയില്ല. സൂപ്പർ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്താൽ നമുക്ക് ബീഫ് ഫ്രൈ കിട്ടുമെന്ന്. ഇതാ നോക്കി, ഇത് ഞാൻ അങ്ങനെ ചെയ്തതാണ്. കുറച്ച് നേരം കൂടെ കുറച്ചും കൂടെ എണ്ണയും കൂടെ ചേർത്ത് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ബീഫ് ഫ്രൈയും റെഡി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻജോയ് കുക്കിംഗ്. See you all in the next video. Bye bye.